ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ദൈവകൃപയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ഭാഗവത കീർത്തനം 3-ാമത്തെ പാദം ചൊല്ലാം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി. അന്നേരം ഭക്ത്യ വന്ദിച്ചിരുത്തിനാൻ നന്നായി വിഷ്ണുരാധൻ ബ്രഹ്മരാധനെ ജന്മസാഫല്യം എന്തെന്നറിവാനായി നന്മ ചോദിച്ചാൻ കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ആദിത്യനുദയേ തിമിരം പോലെ ദൂരെ നീങ്ങുന്നു മോഹം നമുക്കിപ്പോൾ. ആദൂരാണാം അനുഗ്രഹം നിങ്ങളാൽ താനേ കൈവരും കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഇന്നെനിക്കു വിശേഷിച്ചു വേണ്ടതു വന്നു കാരുണ്യത്തോടെ ഭവാന്മാരെ ഒന്നു ചൊല്ലേണം എന്തു പുരുഷനു നല്ലതേറ്റവും കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി. ഈ വണ്ണം അറിയിച്ചൊരു ഭൂപന്റെ ഭാവം കണ്ടരുൾ ചെയ്തു മുനിജനം. ഈ വണ്ണമുള്ളോരുദ്യോഗം ആത്മാവിൽ കൈവിടാ മോക്ഷം കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഉത്തമനിവൻ വിഷ്ണു ഭക്തൻ തുലോം ശുദ്ധചിത്തൻ വിരക്തൻ വിഷയത്തിൽ എത്തും ഇന്നു പരബ്രഹ്മ സായുജ്യം പാർത്തിരിക്ക നാം കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഊനംബര പരിജ്ഞാനവാരിധി മാനിച്ചാ നൃപനോടരുളീശുകൻ ജ്ഞാനിമാരാ മുനിമാരിൽ അഗ്രണി ജ്ഞാനമെത്രയും കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. എത്രയും നന്നു വൈദുഷ്യം ഭൂപതേ പ്രശ്നമീ വണ്ണം വേണ്ടു മഹാജനം. നിഷ്ഫലം ഭ്രമിച്ചിടുന്ന ഭൂപന്റെ ലക്ഷണം നല്ലു കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഏതും താനറിയാതെ പഴുതേ പോം പാതി ആയുസും നിദ്രയാ ജന്തുനാം
പാതി മറ്റേതും ഓരോ ദുരാഗ്രഹാൽ പാപികൾക്കഹോ കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഐവരെയുമടക്കി മനക്കാമ്പിൽ ദിവ്യ വിഷ്ണു ഭഗവാന്റെ രൂപത്തെ ചൊവ്വിൽ കാണുന്ന നേരമിഞ്ഞാനന്ദം കൈവരും നൂനം കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഒന്നിതാത്മാവ് കാണപ്പെടുന്നത് എന്നു കാണുമ്പോൾ കാണാം ഭഗവാനെ. എന്നും ഗോവിന്ദാനുഗ്രഹം കൂടാതെ വന്നിടാ മോക്ഷം കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഓതിടാം 4 വേദങ്ങളും ധന്യ യാഗം ദാനവും സന്യാസയോഗവും ചേതസിൻ്റെ മലം കളഞ്ഞിടുവാൻ ഭക്തിയോടടാ കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഔദാര്യം ചേരും ദേഹഗേഹാദിയിൽ മോഹം കൈവിട്ടു സജ്ജന സംഘത്താൽ സ്വാദു തോന്നി മുകുന്ദ കഥാരസേ ഭേദവും തോന്നാ കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. അക്കഥ കേൾക്ക കേൾപ്പിക്കയല്ലാതെ ദുഷ്കഥ കൊണ്ടുപോക്കല്ല രക്ഷണം. അക്കർമ്മത്തോളം നന്നല്ലൊരു കർമ്മം കർമ്മം ഛേദിപ്പാൻ കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. നമുക്ക് ഭാഗവതം കഴിഞ്ഞ പ്രാവശ്യം ഗോപി വസ്ത്രാപഹരണമാണ് വായിച്ചത്. അതിൽ ദീനമോടെ കാനന വൃക്ഷജാലം കാൺമിനേവരും ഭഗവാൻ എല്ലാവരോടും പറഞ്ഞു. ഗോപാലന്മാരെയും ബലഭദ്രനെയും ഒക്കെ വിളിച്ച് ശ്രീരാമാവിനോടൊക്കെ പറഞ്ഞു, കാനനത്തിലെ ഈ വൃക്ഷങ്ങളെല്ലാം നോക്കൂ, എല്ലാവരോടും ദീനമോടെ അവർ എന്തെല്ലാം സഹിച്ചാണ് വാദം വർഷം ഹിമം ഇതെല്ലാം, അതായത് കാറ്റും മഴയും മഞ്ഞും വെയിലും എല്ലാം സഹിച്ച് ഫല പത്ര പുഷ്പ വൃക്ഷാദികൾ ഫലവും നമുക്കെല്ലാം തരുന്നു വൃക്ഷം. എന്നിട്ട് എന്താ കുട പിടിച്ച് നമുക്ക് തണലേൽക്കുന്നു. അപ്പോൾ ഇതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അവർ വിഷമിച്ചുകൊണ്ട് ത്യാഗം സഹിച്ച് എല്ലാവരെയും രക്ഷിക്കുന്നു, പരോപകാരം ചെയ്യുന്നു. അതുകൊണ്ട് എല്ലാം ചുമന്ന് നിൽക്കുകയാണ് ഈ വൃക്ഷങ്ങൾ, ഭാരം ചുമക്കുന്നു. കാരണം അതിൽ ഒരുപാട് ഫലങ്ങളും ഇലകളും എല്ലാം ഭാരം വഹിച്ച് എപ്പോഴും അങ്ങനെ നിൽക്കുകയല്ലേ. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എന്തിനു വേണ്ടിയാ? മറ്റുള്ളവർക്ക് അന്യർക്ക് വേണ്ടി ഉപകാരം ചെയ്യുന്നു, ഭാരം ചുമന്ന് നിൽക്കുന്നു രക്ഷിപ്പാനായി. തൽക്കർമ്മ പുണ്യഫലം ഈശ്വരേച്ഛയാ തീഷ്ണമാ അർക്കൻ്റെ രശ്മി ഏൽക്കാതെ വൃക്ഷനിഴൽ ഛത്രമേറ്റ് നിൽക്കുന്ന നമ്മളെല്ലാവരും ആ വൃക്ഷത്തിൻ്റെ തണലിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ആ വൃക്ഷം നമുക്ക് കുട പിടിച്ച് നിൽക്കുകയല്ലേ. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയല്ലയോ ത്യാഗം സഹിക്കുന്നത്. അതുകൊണ്ട് എത്രയും തങ്ങൾ ദുഃഖിക്കുന്നതാകിലും ആ വൃക്ഷം ദുഃഖിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് തണലേകുന്നു, എല്ലാം ആശ്വാസം പകരുന്നു, അന്യരെ രക്ഷിക്കുന്നു. അതുകൊണ്ട് എത്രയും തങ്ങൾ ദുഃഖിക്കുന്നതാകിലും മിത്രമായി അന്യരെ രക്ഷിക്കും ഉത്തമന്മാരങ്ങനെയാണ്. ഈ വൃക്ഷത്തിനെ കണ്ട് പഠിക്കണം മറ്റുള്ളവരും. മറ്റുള്ളവർക്ക് വേണ്ടി ദുഃഖം സഹിച്ചും ഈ മഴയും കാറ്റും വെയിലും എല്ലാം സഹിച്ച് നമുക്ക് അന്യർക്ക് വേണ്ടി ഉപകാരം ചെയ്യുമ്പോൾ അവർ ദീനത അകപ്പെട്ട് അവരെല്ലാം അത് സഹിച്ചുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മിത്രമായ അന്യരെ രക്ഷിക്കും ഉത്തമന്മാർ.
പക്ഷിമൃഗങ്ങൾ വൃക്ഷങ്ങൾ ജലങ്ങൾ ഈ ക്ഷിതിയിൽ വിശേഷ ജ്ഞാന ജന്തുവിൽ അർപ്പിച്ച് ദേഹം പരോപകാരാർത്ഥം ഇതപ്പോഴും ഊർധ്വമൂർധ്വം ജന്മമായി വരും. നമ്മുടെ ജന്മം അങ്ങനെ ചെയ്യുമ്പോൾ മറ്റു അന്യർക്ക് വേണ്ടി ഉപകാരം ചെയ്യുമ്പോൾ നമ്മുടെ ജന്മം ഊർധ്വമൂർധ്വം മേൽക്കുമേൽ ഗതി പ്രാപിക്കും, ജന്മം സഫലമായി വരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഓർക്കിൽ ഓരോരോ ഉപകാരമായി മേദിനി പാർക്കുന്നു. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരം ചെയ്യുന്ന ആരാണ്? ഭൂമി. മേദിനി പാർക്കുന്നു. ധർമ്മദാന അർത്ഥ മുഖ്യർത്ഥമായി എല്ലാവർക്കും ദാനധർമ്മങ്ങളെല്ലാം ചെയ്ത് എന്താ ഈ മേദിനി ഭൂമി മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുന്നു. മാതാവ് പ്രാണികളിൽ പ്രധാനാത്മാക്കളായുള്ള മനുഷ്യർക്കോ പറയേണ്ടതില്ല. ഇതുമേ ഈ പ്രാണികളെക്കാൾ എത്രയോ വിശേഷമുള്ളവരാണ് ഈ മനുഷ്യർ. അവരുടെ കാര്യം പറയേണ്ടതില്ല. ഇതുമേ അവർക്ക് വേണ്ടിയാണ് എല്ലാവരും ത്യാഗം സഹിക്കുന്നത്. പ്രാണാർത്ഥ ബുദ്ധി വാക്ക് ശ്രേയകർമ്മങ്ങളാൽ ത്രാണനം ചെയ്തു കൊള്ളണം, അതുത്തമം. നമ്മളാൽ എന്താ ഒക്കുന്നേ? നമുക്ക് മറ്റുള്ളവർക്ക് പ്രാണൻ കൊടുത്തും വാക്കുകൊണ്ടായാലും ബുദ്ധി കൊണ്ടായാലും ശ്രേയസ് എന്തെല്ലാം ഐശ്വര്യമോ ധനമോ എന്തുകൊണ്ടായാലും ത്രാണനം നമ്മൾ അവർക്ക് വേണ്ടി എന്ത് ഉപകാരം ചെയ്യണം, അതാണ് ത്രാണനം. അങ്ങനെ ചെയ്തു കൊള്ളണം, അത് ഉത്തമമാണ്. ഉത്തമമായ മനുഷ്യരെ നമുക്ക് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരങ്ങൾ ചെയ്യുന്ന മനുഷ്യരെ നമ്മൾ മനസ്സിലാക്കണം. അവർ ഭൂമിയിൽ വെച്ച് ഏറ്റവും ഉത്തമന്മാരാണ്. യുദ്ധം അരുൾ ചെയ്ത് ഗോക്കളോട് ഒന്നിച്ച സത്വരം കൃഷ്ണ ഗോപാലക വൃന്ദവും കൃഷ്ണയാ ചെന്ന് യമുനാ ജലത്തെയും തൃപ്തി വരുമാറ് പാനവും ചെയ്ത് അവർ ചിത്തമോദേന കളിച്ചു കരയേറി മുക്തിപ്രദൻ വനം ബുക്ക് നരോത്തമൻ. അതാണ് നമ്മൾ ഇന്നലെ അവസാനം വായിച്ചു നിർത്തി. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒന്നുകൂടെ വായിച്ചു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഇനി വായിക്കാനുള്ളത് അത് നമുക്ക് കണ്ടു വായിക്കാം. വിപ്രപത്നി അനുഗ്രഹലീല. വിപ്രപത്നി അതായത് വിപ്രൻ ബ്രാഹ്മണ പത്നിക്ക് ഭഗവാൻ അനുഗ്രഹലീല. ഭഗവാൻ ഇവിടെ വനത്തിൽ ചെന്നപ്പോൾ ഈ ഗോപാൽമാരെല്ലാം ഒരു യാഗം ഉള്ള ഒരു ബ്രാഹ്മണ കുടുംബത്തിലേക്ക് പറഞ്ഞു വിടുന്ന കാര്യമാണ്. അവിടെ ആ ബ്രാഹ്മണ ശ്രേഷ്ഠരൊക്കെ ഭഗവാനെ അറിയുന്നില്ല. അവർക്ക് വിശപ്പിന് ആഹാരം കൊടുത്തു വിടാം. അവിടെ യാഗം ചെയ്യുമ്പോൾ അതിൻ്റെ ഈ വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്ന അങ്ങനെ ഒരാണല്ലോ. അപ്പോൾ ഭഗവാൻ അത് മനസ്സിലാക്കിക്കൊണ്ട് അവിടേക്ക് കുട്ടികളെ പറഞ്ഞു വിടും. പക്ഷേ അവിടെ ഉള്ളവർ അത് മനസ്സിലാക്കത്തില്ല. എന്നാൽ സ്ത്രീകൾക്ക് ദൈവമേ ഈശ്വരൻ്റെ വിശ്വാസമുണ്ട്, അവർക്ക് ഭക്തിയുണ്ട്. ആ സ്ത്രീകളെ പറ്റിയാണ്, അവർക്ക് കിട്ടുന്ന അനുഗ്രഹത്തെ പറ്റിയാണ് പറയുന്നത്. എന്താ കാരണം? ഇന്ന് ലോകത്ത് എവിടെ നോക്കിയാലും സ്ത്രീകൾക്കാണ് ഭക്തി കൂടുതൽ. അത് ഇതിൽ തന്നെ പറയുന്ന വിപ്രപത്നിയ അനുഗ്രഹമില്ല. വിപ്രപത്നി വെച്ചാൽ ബ്രാഹ്മണ സ്ത്രീകൾക്ക് ഈശ്വരൻ അനുഗ്രഹം കൊടുക്കുന്നത്. കാരണം അവരാണ് ഭക്തിയിൽ പരമാത്മാവിനെ എത്രത്തോളം മനസ്സിലാക്കാനും ദാനധർമ്മങ്ങൾ ചെയ്യാനൊക്കെ മിടുക്കരവരാണ്. ഈ പുരുഷന്മാർ അങ്ങനെ അല്ല. അതുകൊണ്ട് നമുക്കത് വായിക്കാം. ഓം നമോ ഭഗവതി വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. വിപ്രപത്നി അനുഗ്രഹ ലീല. വിപ്രന്മാരുടെ ഭാര്യമാർ പത്നിയാണല്ലോ. വിഷ്ടപത്രാണ നിപുണൻ ജഗൽപതിക്ക് ഇഷ്ടരാം ഗോപാല ബാലകന്മാരവർ ക്ഷുത്തുകൊണ്ട് ആർത്തരായി ചത്തുപോം ഇപ്പോഴെന്നോർത്തു പറഞ്ഞു കുമാരകന്മാരിതം. ക്ഷുത്തു വിശപ്പ്. വിഷ്ടപത്രാണ നിപുണൻ ജഗൽപതിക്ക് അതാ പരമാത്മാവായ ഭഗവാൻ നാരായണൻ ഈ കൃഷ്ണന് ഇഷ്ടപ്പെട്ടവരാരാ? ഈ ഗോപാലക കുട്ടികളാണ്. ഗോപാല ബാലന്മാർ അത്രത്തോളം ഇഷ്ടമാണ് ഭഗവാന്. അവർ വിശപ്പ് കൊണ്ട് ആർത്തരായി ചത്തുപോവും ഇപ്പോഴെന്ന് ഓർത്ത്. കുട്ടികൾ പറഞ്ഞ് കണ്ണാ വിശന്ന് സഹിക്കാൻ വയ്യ, ചത്തുപോകും എന്ന് ഓർത്ത് പറഞ്ഞു കുമാരകന്മാർ ഇതം. ആരോടാ? ഭഗവാൻ കൃഷ്ണനോട് പറഞ്ഞു. വിശന്ന് വലയുന്നു കണ്ണാ, ഇപ്പം ഞങ്ങൾ മരിച്ചു പോകും എന്ന് ഭഗവാനോട് പറഞ്ഞു. കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ബലഭദ്ര തൃഷ്ണ വിശപ്പു സഹിക്കരുതാർക്കുമേ. കൃഷ്ണ മഹാബാഹോ ബലഭദ്ര തൃഷ്ണ വിശപ്പ് സഹിക്കരുതാർക്കുമേ. ആർക്കും സഹിക്കാൻ പറ്റില്ല വിശപ്പ്. കാരണം ഏവം ഗിരം കേട്ടു ദേവദേവൻ പരൻ ദേവകീ നന്ദനൻ കാരുണ്യവാരിധി ഷഡ്ഭാവഹീനൻ ഷഡൂർമി വിരഹിതൻ ഉത്ഭവനാശവിഹീനൻ അരുൾ ചെയ്തു. ഏവം ഗിരം കേട്ട് ഈ കാര്യം ഇവർ പറഞ്ഞു. ഭഗവാനെ നാരായണ കൃഷ്ണ മഹാബാഹു വിശപ്പ് കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല കണ്ണ. ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ ഗിരം ഈ കാര്യം കേട്ടപ്പോൾ ഭഗവാൻ ദേവദേവൻ എന്ത് ചെയ്തു? ദേവകീനന്ദൻ കാരുണ്യവാരിധി അല്ലയോ, ഷഡ്ഭാവഹീനനാണ്. 6 ഭാവം ഇല്ലാത്തവരാണ്. കാരണം
ജനന മരണങ്ങൾ, വാർദ്ധക്യം, യൗവനം, കൗമാരം ഇങ്ങനൊന്നും ഇല്ലാത്ത ഭഗവാൻ പരമാത്മാവിനകത്തൊന്നുമില്ല. 6 ഭാവമില്ലാത്തതാണ്. നമുക്കൊക്കെയാണ് കുഞ്ഞായിട്ട് ജനിക്കുന്നു, പിന്നെ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഇങ്ങനെ മരണം, ഇങ്ങനെ 6 ഭാവങ്ങളുള്ളത്. ഇതൊന്നും ഈശ്വരനില്ല. എന്നാൽ ഇവിടെ അവതാരം എടുത്തതുകൊണ്ടാണല്ലോ കൃഷ്ണനായിട്ട് വന്നത്. അതുകൊണ്ട് ഭഗവാൻ പരമാത്മാവിന് ഷഡ്ഭാവഹീനനാണ്, ഇല്ല. ഷഡൂർമി വിരഹിതൻ ഉത്ഭവനാശവിഹീനൻ, ഉത്ഭവം ഇല്ല. പരമാത്മാവ് ഉത്ഭവം, ജനനമില്ലാത്ത, അതുകൊണ്ടാണ് ഉത്ഭവിക്കുന്ന ആളല്ല, അവിടെ ഉള്ളതാണ്. ആ ഉണ്മ അവിടെ ഉള്ളതാണ്, ഉണ്ടായതല്ല, പിന്നെ ജനിച്ചതല്ല, ഒന്നുമല്ല, ഇവിടെ ഉള്ളതാണ്. അതുകൊണ്ട് ഉത്ഭവനാശവിഹീനൻ അരുൾ ചെയ്ത് ഭഗവാൻ എന്ത് പറഞ്ഞു? ഭക്തരാം വിപ്രരും തൽപത്നിമാരുമായി സത്രം ആരംഭിച്ചിരിപ്പുണ്ടടുക്കവേ. ഇവിടെ അടുത്ത് ഒരു സ്ഥലത്ത് ഭക്തരായിരുന്ന വിപ്രന്മാർ, ബ്രാഹ്മണരാണ്. വിപ്രൻ എന്ന് വെച്ചാൽ ബ്രാഹ്മണർ. ഈ ഭക്തരായ ബ്രാഹ്മണർ തൽപത്നിമാരുമായി, അവരുടെ ഭാര്യമാരുമായിട്ട് സത്രം ആരംഭിച്ചിരിപ്പുണ്ട് അടുക്കെ. ഇവിടെ അടുത്തൊരു സ്ഥലത്ത് സത്രമായി ഈ യജ്ഞം. അതുകൊണ്ട് യജ്ഞശാലയ്ക്കൽ ഗമിച്ച് അന്നവർദ്ധിപ്പിൻ, അജ്ജനം ചൊല്ലുന്നതും കേട്ടു പോരുവിൻ. നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ സത്രം തുടങ്ങിയിട്ടുണ്ട് ആ ഭക്തരായ ബ്രാഹ്മണർ. അതുകൊണ്ട് നിങ്ങൾ ആ യജ്ഞശാലയ്ക്കൽ ചെന്ന് ഗമിക്കുക, പോയി അന്നം, ഗമിച്ചെന്ന് വെച്ചാൽ അവിടേക്ക് പോയി അന്നമർത്തിപ്പിൻ. അപ്പം ഗമിച്ച് അന്ന എന്നുള്ള ഇന്ന മാത്രമേ ഉള്ളൂ, അവിടെ അന്നം എന്ന് വായിക്കണം. അപ്പം യജ്ഞശാലയ്ക്കൽ ഗമിച്ച് അന്നം അർത്ഥിപ്പിൻ. അവിടെ പോയി നിങ്ങൾ ആഹാരം ചോദിക്കൂ, യാചിക്കൂ. എന്നിട്ട് ആ ജനം, ആ ജനങ്ങൾ എന്ന് വെച്ചാൽ ആ ബ്രാഹ്മണർ ചൊല്ലുന്നതും കേട്ട് വരുവിൻ, പോരുവിൻ. അവരെന്താ പറയുന്നത് എന്ന് കേട്ടിട്ട് നിങ്ങൾ വരൂ എന്നതു കേട്ടൊരു ഗോപാലബാലരും ചെന്ന് വന്ദിച്ച് ചൊന്നാരവരോടിതം. അത് കേട്ടുകൊണ്ട് കുട്ടികൾ എന്ത് ചെയ്തു? ചെന്ന് വന്ദിച്ചവരോട് പറഞ്ഞു. നന്ദജന്മാർ പശുവൃന്ദങ്ങളോടൊത്ത് വന്നു പാർക്കുന്നു ഗോപാലരുമായി വനി. കുട്ടികൾ, നന്ദജന്മാർ ഇവിടെ പശുക്കൂട്ടങ്ങൾ, പശുവൃന്ദ കൂട്ടം, പശുക്കൂട്ടങ്ങളെല്ലാം കൂടെ വന്ന് പാർക്കുന്നു ഈ വനത്തിൽ. ഗോപാലരുമായി വനി, കുട്ടികൾ ഗോപന്മാരും പശുക്കളുമായിട്ട് വനത്തിൽ വന്ന് പാർക്കുന്നു എന്നവിടെ ചെന്ന് പറഞ്ഞു. ക്ഷുത്തുകൊണ്ട് ഏറ്റവും തളർച്ചയുമുണ്ട്, അത് ഉത്തമരാം നിങ്ങൾ അന്നം തരേണമേ. അപ്പോൾ ഭഗവാൻ പറഞ്ഞതുപോലെ കുട്ടികൾ ഇന്ന് പറഞ്ഞു, ഞങ്ങളിവിടെ കുറച്ച് കുട്ടികളും പശുക്കളുമായിട്ട് ഇവിടെ വന്ന് പാർക്കുന്നു. ക്ഷുത്ത്, വിശപ്പ് കൊണ്ട് അവർ തളർച്ചയുമുണ്ട്, അതിന് ഉത്തമരായ നിങ്ങൾ, ഈ ബ്രാഹ്മണർ ഉത്തമന്മാരാണ്. നിങ്ങൾ ഞങ്ങൾക്ക് അന്നം, ഇവിടെ നിങ്ങൾ അന്നം, ഇവിടെ അതുപോലെ ഇന്ന മാത്രമേ ഉള്ളൂ, നിങ്ങൾ അന്നം എന്ന് വായിക്കണം. അർത്ഥം അറിഞ്ഞ് വായിച്ചില്ലെങ്കിൽ നിങ്ങളെ ഇന്നോന്നൊക്കെ വായിക്കും. അതുകൊണ്ട് ക്ഷുത്ത്, വിശപ്പ് കൊണ്ട് ഏറ്റവും തളർച്ചയുമുണ്ട്, അതിന് ഉത്തമരാം. ഇതൊക്കെ വായിക്കുമ്പം ഓരോ അക്ഷരങ്ങളെ എല്ലായിടമൊക്കെ ഉള്ളു, അത് മനസ്സിലാക്കണം. തളർച്ചയുണ്ട്, കുട്ടികൾക്ക് വിശന്ന് തളരുന്നു, അതുകൊണ്ട് ഉത്തമരായ ബ്രാഹ്മണരായ ശ്രേഷ്ഠരല്ലേ ഈ യജ്ഞമൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് അവർ ഉത്തമന്മാരാണ്. അങ്ങനെയുള്ള നിങ്ങൾ ഞങ്ങൾക്ക് നിങ്ങൾ അന്നം തരയണമേ എന്ന് പറഞ്ഞു. ഏവം ഗിരം കേട്ടു ഭൂസരരാരുമേ ചാരുഗോപാലരോടൊന്നും പറഞ്ഞില്ല. ഇതെല്ലാം ഈ ഈ കാര്യം കേട്ട് ഈ ബ്രാഹ്മണർ കേട്ടപ്പോൾ ഭൂസുരരാരുമേ, ഭൂസുരൻ എന്ന് വെച്ചാൽ ബ്രാഹ്മണർ, ഈ യജ്ഞം നടത്തിയ ഈ ബ്രാഹ്മണരാരും അടുത്തുന്ന ഈ കുട്ടികൾ പറഞ്ഞവരോടൊന്നും ഈ ബ്രാഹ്മണന്മാരൊന്നും പറഞ്ഞില്ല. അവർക്ക് കൊടുക്കാമെന്നും പറഞ്ഞില്ല, കൊടുക്കുന്നില്ലെന്നും പറഞ്ഞില്ല, ഒന്നും മിണ്ടിയില്ല. ഇത്രയും വിശപ്പുണ്ട്, ഞങ്ങൾ സഹിക്കാൻ വയ്യാതെ വനത്തിൽ പശുക്കളുമായി നിന്ന് പാർക്കുന്നു, താമസിക്കുന്നു, അവർക്ക് വിശപ്പുണ്ട്, ഉത്തമരായ നിങ്ങൾ ഞങ്ങൾക്ക് ആഹാരം തരണമേ എന്ന് പറഞ്ഞിട്ട് ഈ കാര്യം കേട്ട് ഏവം ഗിരം, ഈ വാക്ക് കേട്ട് ഭൂസുരരാരും ഈ യജ്ഞശാലയ്ക്ക് ചെന്നപ്പോൾ അവിടെ നിന്ന ബ്രാഹ്മണരാരും തന്നെ ചാരുഗോപാലരോട് ഒന്നും പറഞ്ഞില്ല, കൊടുക്കാമെന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ബാലിശന്മാരവർ കാലഭ്രമം കൊണ്ട് മൂലം അറിയാകയാലെന്നും ഉണ്ടടോ. ബാലിശന്മാർ വെച്ചാൽ മൂഢന്മാരാണ്. ഈ ബ്രാഹ്മണർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അറിവില്ലാത്തൊരു മൂഢന്മാരാണല്ലോ. ഇതാരാണ് പറഞ്ഞു വിട്ടേക്കെന്നും പരമാത്മാവായ കൃഷ്ണനാണെന്നൊന്നും അവർക്ക് ചിന്തയില്ല. അവരെന്തോ അവരൊരു യാഗം ചെയ്യുന്നു, അറിഞ്ഞിട്ടൊന്നും അല്ല, അറിഞ്ഞൊന്നും അല്ല. ഇപ്പം ഇന്ന് നമുക്കറിയാം ചിലർ എല്ലാവരും നമുക്ക് ഒരു നിസ്സാരമായ അവനവൻ്റെ വീട്ടിൽ നിന്ന് പൊങ്കാല ഇടുന്നു.
ചിലർ അറിഞ്ഞ് നന്നായി ഇടുന്നവരുണ്ട്, ചിലർ അറിയാമയാതെ ഇടുന്നവരുണ്ട്. യഥാർത്ഥ പൂജയൊന്നും അറിയാതെ ഇടുന്നതുകൊണ്ട് ഇതാരാണ് ഈ നിവേദ്യം ആർക്കാണ് ചെയ്യുന്നതെന്നോ ആരിത് കഴിക്കുന്നൊന്നും അവരറിയുന്നില്ല. അറിയാതെ എന്തോ തീ കത്തിച്ച് വെള്ളം അടുപ്പ് വെച്ച് അരിയൊക്കെ അടുപ്പിട്ട് പൊങ്കാലിട്ട് ആരൊക്കെ കൊടുക്കുന്നു എന്നൊന്നും ഇത് അറിഞ്ഞല്ല ചെയ്യുന്നത്. അതുപോലെ ഈ ബ്രാഹ്മണർക്കും യഥാർത്ഥത്തെ അറിഞ്ഞല്ല അവർ ചെയ്യുന്നത്. അതാണ് ബാലിശന്മാർ, മൂഢന്മാരെന്ന് പറയുന്നത്. ബാലിശന്മാരവർ കാലഭ്രമം കൊണ്ട് മൂഢന്മാർ കാലഭ്രമം കൊണ്ട് അവർക്ക് ഈ ലോകത്തിൻ്റെ ഭ്രമമായി ഉള്ളൂ. അവർ എല്ലാവരും യജ്ഞം ചെയ്യുന്നു, അവരും ചെയ്യുന്നു. നമ്മളെല്ലാവരും ഭാഗവതം വായിക്കുന്നു, അത് ചിലർക്ക് അറിയാൻ ചിലർക്ക് അറിയാതെ എന്തൊക്കെയോ ആട്ടം കാണുന്ന എങ്ങനെ കഥ അറിയാതെ എന്ന് പറയുന്നത് പോലെ തന്നെ ഇതും. അതുകൊണ്ട് കാലഭ്രമം കൊണ്ട് മൂലം അറിയാകയാൽ എന്ന് മുന്നോട്ട്. മൂലം എന്താണ്? പരമാത്മാവിൻ്റെ കാരണം. ആ മൂലം യഥാർത്ഥമായി ഇത് പറഞ്ഞു വിട്ടത് ആരാണെന്നോ ഈ വന്നിരിക്കുന്ന ഭിക്ഷയാചിക്കാൻ വന്നവർ എവിടെ നിന്ന് വന്നെന്നോ ഒന്നും അവർ തിരക്കുന്നുമില്ല, അറിയുന്നുമില്ല. ഇതെന്നാ അവരോട് ചോദിക്കണ്ടേ? ജ്ഞാനികളാണെങ്കിൽ അറിവുള്ളവരാണെങ്കിൽ ചോദിക്കും, കുട്ടികളെ നിങ്ങൾ എവിടെ നിന്ന് വന്നു, ആരാ പറഞ്ഞു വിട്ടത്, അത് ഇന്ന് ഭഗവാൻ നാരായണ കൃഷ്ണനാണ് പറഞ്ഞു വിട്ടതെന്നൊക്കെ അറിയും. ഇത് അവർ ബാലിശന്മാരാണ്, അവരൊന്നും അറിയുന്നില്ല. കുട്ടികൾ ആരൊന്നും അറിയുന്നില്ല, ആരാ പറഞ്ഞു വിട്ടെന്ന്. അതാണ് മൂലം. ഇതിന് യഥാർത്ഥ ആൾ ആരാണ്, ഭഗവാൻ നാരായണൻ കൃഷ്ണനാണെന്നൊന്നും അവരറിയുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. ബാലിശന്മാർ, ഈ മൂഢന്മാർ കാലഭ്രമം കൊണ്ട് മൂലം കാരണം. അതാണ് എവിടുന്നാ ഈ കൃഷ്ണൻ വന്നേക്കുന്ന പരമാത്മാവല്ലേ, മൂലത്തിൽ നിന്നല്ലേ. ആ മൂലം ചുവട് അറിയാത്തതാണ് അവർ. അതുകൊണ്ട് പരമാത്മാവിനെ അറിയാകയാൽ എന്നും ഉണ്ടടോ. അതുകൊണ്ട് അവരൊന്നും മിണ്ടിയില്ല. അവർക്ക് അറിയില്ല, അവർക്ക് എന്താണെന്ന് ചിന്തിക്കാൻ പോലും കഴിവില്ല. വെറും ബാലിശന്മാർ, കുട്ടികളാണ്, അറിവില്ലാത്ത മൂഢന്മാരാണ്. അതുകൊണ്ട് അങ്ങനെ വന്നു. ബാലകന്മാർ ചെന്ന് കൃഷ്ണനോടി കഥ ചാലവേ വേഗാൽ പറഞ്ഞോരനന്തരം. ഈ കുട്ടികൾ ഇതുപോലെ വന്ന് ഇവരാരും മിണ്ടിയില്ല എന്ന് ഭഗവാനടുത്ത് വന്ന് ബാലകന്മാർ ഇതെല്ലാം കേട്ടിട്ട് അവരാരും ഒന്നും മിണ്ടിയില്ല എന്ന് ഭഗവാനോട് വന്ന് ഈ കഥ ചാലവേ അടുക്ക വന്ന് വേഗാൽ വെക്കം തന്നെ പറഞ്ഞോരനന്തരം. ഭഗവാൻ എന്ത് പറയുന്നു? അനന്തരം ദേവദേവേശൻ മുകുന്ദൻ ജനാർദ്ദനൻ ദേവകീ സൂനു ചിരിച്ച് അരുൾ ചെയ്തതു. ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ അറിയാമല്ലോ ഈ മൂഢന്മാരുടെ അടുക്ക ചെന്ന് ഇതൊക്കെ തന്നെ ഗതിയത്. പക്ഷേ ഭഗവാൻ ചിരിച്ചു അവരോട് പറയുവാണ്. ദേവദേവശൻ പരമാത്മാവായ കൃഷ്ണൻ ജനാർദ്ദനൻ പറയുന്നു, ദേവകീ സൂനു, ദേവകിയുടെ കുട്ടി, സൂനു മകൻ, കുഞ്ഞ്. ഈ കുഞ്ഞ് കൃഷ്ണൻ ചിരിച്ചു പറഞ്ഞു, മത്സ്വരൂപത്തെയും ധ്യാനിച്ചിരിക്കുന്ന മത്സരമില്ലാതെ പത്നിമാരുടെ ചിത്തത്തിലേവം ഗ്രഹിപ്പിക്കുക നിങ്ങൾ എന്ന് ഉത്തമൻ വാക്ക് കേട്ടൊരു ഗോപാലരും. ഭഗവാൻ എന്താ പറഞ്ഞത്? മത്സ്വരൂപത്തെ ധ്യാനിച്ചിരിക്കുന്നു. അതായത് പരമാത്മാവായ ഭഗവാൻ നാരായണനെ മത്സ്വരൂപം, എന്നെ മത്സ്വരൂപം പരമാത്മാവിനെ എന്നെ കൃഷ്ണൻ പറഞ്ഞു, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ ധ്യാനിച്ചിരിക്കുന്ന മത്സരമില്ലാതെ അവിടെയുള്ള പത്നിമാരുണ്ട്, പത്നിമാരുടെ, അതായത് ഈ വിപ്രന്മാരുടെ പത്നികളുണ്ട് അവിടെ, ദൈവികമുള്ള ഈശ്വരനെ അറിയുന്ന പരമാത്മാവിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ നല്ല സ്ത്രീകളുണ്ട്. ഭഗവാൻ ചിരിച്ചിട്ട് ഈ ദുഷ്ടനായ മൂഢന്മാരായ ഈ ബ്രാഹ്മണർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് എന്നോട് ദേഷ്യം വരും. ഞാൻ ഇത് ഭാഗത്ത് കിടക്കുന്നതാണ് മക്കളെ പറയുന്നത്. ഇതൊക്കെ പറയുമ്പോൾ ചിലർക്ക് അജ്ഞാനികൾക്ക് വിഷമം ഉണ്ടാവും, അറിവുള്ളവർക്ക് ഇതുണ്ടാവുകയില്ല. ഇവൾ ഇത്രയൊക്കെ പറയുന്നു എന്ന് പറയേണ്ട ചിന്തിക്കുക. എന്താ അജ്ഞാനം മാറാത്ത എവിടെ ഉണ്ടെങ്കിലും അവർ കേൾക്കുമ്പോൾ അവർക്ക് ദേഷ്യം ഉണ്ടാവും. ചിലപ്പം വേറെ ഇതിന് ഓപ്പോസിറ്റ് കമൻസുകളും വന്നിരിക്കാം, സാരമില്ല, ഞാനിതിലുള്ളതാണല്ലോ പറയുന്നത്. മത്സ്വരൂപത്തെ കാരണം ഇന്ന് എവിടെ നോക്കിയാലും സ്ത്രീകൾക്കാണ് ദൈവികം. ഒരു പൊങ്കാലിടാൻ അവിടെ ഒരു വെപ്രാളം കാണണം. കാരണം കുഞ്ഞും കുട്ടികളും ഒക്കെ ഉള്ള മക്കളൊക്കെ ഉള്ള മക്കളെ എന്നുള്ള വെപ്രാളം ആർക്കാ ഉള്ളത്? തള്ളമാർക്കാണ്, സ്ത്രീകൾക്കാണ്. അവർ എപ്പോഴും ഭഗവാനെ പ്രാർത്ഥിക്കണം. എല്ലാം കഷ്ടം പിടിച്ച ജീവിതത്തിൽ കൂടി വളർന്നും കൊണ്ട് ഇരുതലയില്ലാതെ വീട്ടുജോലിയും ചെയ്തുകൊണ്ട് അവർ എത്രയും പെട്ടെന്ന് കുളിച്ചിറങ്ങി അമ്പലത്തിൽ പോകാനും ഒരു ധൃതി പിടിച്ച് എന്തൊക്കെയാണ് അവരുടെ ഭാരം വരും. അത്രമാത്രം കുഞ്ഞുങ്ങൾക്കുള്ള വെമ്പൽ അവർക്കുണ്ട്. ഒരു പിതാക്കന്മാർക്കും ആ വെമ്പൽ ഞാൻ കാണുന്നില്ല. വല്ലതും കിട്ടണമെങ്കിൽ അതും കഴിച്ചുകൊണ്ട് എവിടെ സുഖമായിട്ടിരിക്കും, അങ്ങനെയൊക്കെയുള്ള അവരുടേതായ രീതി. മക്കൾ എങ്ങനെ ജീവിക്കണം ചെയ്യുന്ന ചില എല്ലാവരുടെയും കാര്യം അല്ല പറയുന്നത്. ഇന്ന് 100ൽ 90 പേരും അങ്ങനെയാണ്. 10 പേരേ പുരുഷന്മാർ മക്കളെ എന്നുള്ള ചിന്തയുള്ളവരുള്ളൂ, ബാക്കിയെല്ലാം കണക്കാണ്. ഈ തള്ളമാരങ്ങനല്ല, പ്രസവിച്ച വേദന അവർക്കുണ്ട്. മക്കൾക്ക് വേണ്ടി അവർ വളരെ ത്യാഗം സഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഭഗവാൻ എന്ത് ചെയ്ത്? എന്നെ ധ്യാനിച്ചിരിക്കുന്ന മത്സ്വരൂപത്തെ ധ്യാനിച്ചിരിക്കുന്ന മത്സരമില്ലാതെ പത്നിമാരുടെ ചിത്തത്തിൽ ഏവം ഗ്രഹിപ്പിക്കുക. അപ്പോൾ അങ്ങനെയുള്ള പത്നിമാരവിടെ ഉണ്ട്. ഗോപന്മാരെ ഈ കുട്ടികളോട് പറഞ്ഞ് അവർക്ക് അവരുടെ ചിത്തത്തിൽ ചെന്ന് പറയൂ, അവരുടെ മനസ്സിൽ തട്ടത്തക്കോണം നിങ്ങളെന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞു.
നിങ്ങളെന്ന് ഉത്തമൻ വാക്ക് കേട്ട ഒരു ഗോപാൽ. ഈ ഉത്തമനായിരുന്ന ഭഗവാന്റെ ഈ വാക്ക് കേട്ടപ്പം കുട്ടികൾ എന്ത് ചെയ്തു? ഗോപാലനും ചെന്ന് പറഞ്ഞ് അത് കേട്ട് അവരപ്പോൾ തന്നെ ചെന്ന് ആ യജ്ഞശാലയ്ക്ക് ചെന്ന് ഈ സ്ത്രീകളോട് അവരുടെ മനസ്സ് അറിഞ്ഞുകൊണ്ട് തന്നെ അവരോട് തന്നെ പറഞ്ഞു. കുട്ടികൾ ഉത്തമൻ വാക്ക് കേട്ടൊരു ഭഗവാന്റെ വാക്ക് കേട്ടൊരു ഗോപാലനും ചെന്നു പറഞ്ഞ് അത് കേട്ടു. ഭക്തിയാ പുനരൊന്നിച്ച് പത്നിമാർ കൂടി പുറപ്പെട്ടു. അത് കേട്ട പാട് ഇങ്ങനെ കുട്ടികളെന്ന് അവരുടെ മനസ്സിൽ ഓതിക്കൊടുത്തു. ആ സ്ത്രീകളുടെ അവർ കേട്ട പാതി കേൾക്കാത്ത പാതി ഭക്തിയാ പുനരൊന്നിച്ച് പത്നിമാരെല്ലാം കൂടെ കൂടി അങ്ങ് പുറപ്പെട്ടു. എവിടേക്കാ? പരമാത്മാവായ കൃഷ്ണൻ അടുക്കലേക്ക് എല്ലാവരുടെ പാഞ്ഞു. മാനസശുദ്ധിയോട് അന്നാദികളെടുത്ത്, അവിടെ അന്ന നടക്കുന്ന ഇന്ന മാത്രമേ ഉള്ളൂ. മാനസശുദ്ധിയോട് അന്നം ചോറ്, ആദി അന്ന ആദി ചോറും കറികളും എല്ലാം ആദിയായുള്ളവയെല്ലാം. അന്നം മാത്രമല്ല, അന്നാദി എന്ന് പറയുമ്പോൾ അന്നം തൊട്ട് എന്തൊക്കെ അവിടെ ഉണ്ട് അതെല്ലാം എടുത്ത് മാനസശുദ്ധിയോടടുത്ത് മനസ്സിന് അത്രത്തോളം സന്തോഷത്വം ഈശ്വരന് കൊടുക്കാനുള്ള വെമ്പൽ അവർക്കാണ് ദൈവികം പ്രാർത്ഥനയായിട്ട് അവരിയ്ക്കുന്ന സ്ത്രീകളാണ്. അവരിത് കേട്ട പാടെ ഭർത്താക്കന്മാരുടെ ഒരനുവാദം ചോദിച്ചില്ല. അവർ പെട്ടെന്ന് തന്നെ എല്ലാം മനസ്സിൻ്റെ ശുദ്ധി അനുസരിച്ച് തന്നെ, അത് ഭഗവാൻ അറിയാം അവിടെ സ്ത്രീകളുണ്ട്, നിങ്ങൾ അവരുടെ ചിത്തത്തിൽ ചെന്ന് പറഞ്ഞു കൊടുക്കുക, അവരുടെ മനസ്സിലോട്ട് ചെന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. ഭഗവാൻ അറിഞ്ഞൂടെ? അതാണ് വിപ്രപ്രജ്ഞ അനുഗ്രഹ ലീല എന്ന് പറയുക. അനുഗ്രഹം ഭഗവാൻ കൊടുക്കുന്ന ആർക്കാ? ഭക്തിയുള്ളവർക്കാണ് കൊടുക്കുന്നത്, അല്ലാതെ ഈ പുരുഷന്മാർക്കല്ല. ലോകത്തിലെ പുരുഷന്മാരെല്ലാം സ്വാർത്ഥപരമായുള്ള ജീവിതങ്ങളാണ്. വെള്ളം അടിച്ചായാലും എങ്ങനെയായാലും ദുഷിച്ച ജീവിതങ്ങളാണ് കൂടുതലും. എല്ലാ പുരുഷന്മാരുടെയും കാര്യമല്ല, ഇന്ന് 100-ൽ 90 പേരും അങ്ങനെ തന്നെയാണ്. ഭാര്യമാരെയും മക്കളെയും ചിന്തിക്കാതെ ജീവിക്കുന്ന സ്വാർത്ഥപരമായ ജീവിതമാണ്. അങ്ങനെയുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, അല്ലാത്തവരുടെ അല്ല. അതുകൊണ്ട് ഈ സ്ത്രീകൾ എന്ത് ചെയ്തു? മാനസശുദ്ധിയോട് അന്നാദികളും എടുത്ത് ആനയിക്കുമ്പോൾ അവരങ്ങനെ ഇറങ്ങാനായിട്ട് തിരിഞ്ഞു. എല്ലാം എടുത്തും കൊണ്ട് ഇറങ്ങിയപ്പോൾ അവരെന്ത് ചെയ്തു? ആനയിക്കുമ്പോൾ അവർ കുട്ടികളോടൊപ്പം ഇറങ്ങി തിരിക്കാൻ നേരത്ത് തടുത്തിതു വിപ്രയം. ഈ പുരുഷന്മാർ തടുത്തു, പോകാൻ പറ്റുകയില്ല, തടുത്തു. ഇതേതുമേ നിന്നീൽ അവർകളും മായാമയൻ കൃഷ്ണ സന്നിധോ ചെന്നവർ തടുത്തിട്ട് നിന്നില്ല, കേട്ടില്ല. ബെല്ലും ബ്രേക്കുമില്ലാതെ അവർ ഭഗവാന്റെ അടുക്കിലേക്ക് തന്നെ വന്നു. അതാണ് ഉത്തമമായ സ്ത്രീകൾ. ആര് പതലും കേൾക്കില്ല, അത് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നവരെ അവരങ്ങനെയാണ്. അതാണ് എല്ലാ ഭക്തമക്കളോടും ഞാൻ പറയുന്നത്. നമ്മുടെ വീടുകളിൽ ഈശ്വര സാക്ഷാത്കാരം നേടാൻ ആഗ്രഹിക്കുന്ന ഏത് ഭക്തമക്കൾക്കും ആരും തടഞ്ഞാലും നിൽക്കത്തില്ല. ആ ഒരു സാക്ഷാത്കാരത്തിന് വേണ്ടി അവർ ഒരുങ്ങി പുറപ്പെടുമെങ്കിൽ അവരത് നേടിയിരിക്കും. അവിടെ തടസ്സം നിൽക്കുന്നവരെ അവരെ തടുത്ത് നിർത്താൻ ഒരു രക്ഷയില്ല, അവർ നിൽക്കത്തുമില്ല. അത് ഈശ്വരനും കൂടെ അനുവദിച്ചിട്ടാണ്. ഈശ്വരനെ അനുവദിക്കാതിരുന്നെങ്കിലേ അവിടെ ശരി. ഇത് ഈശ്വരനെ അറിയുന്ന ഒരു വ്യക്തിയെ തടസ്സം ആര് നിർത്തുന്നു അവരെ ഛേദിച്ച് കളയും ഭഗവാൻ. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കോടാലി വെച്ചേക്കെന്ന് പറഞ്ഞെന്താ? നന്മ ഇല്ലാത്ത പുരുഷന്മാരായാലും സ്ത്രീകളായാലും അവരെ ഛേദിക്കും. തടസ്സം നിന്നാൽ അവരെ വെട്ടി തുണ്ടമാക്കി കളയും. അത് മനസ്സിലാക്കിയിട്ട് എല്ലാവരും ഇത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പറയുന്നത്. കാരണം ഞാനിത് മനസ്സിൽ വെച്ചിട്ട് എന്ത് നിങ്ങൾ നേരിട്ട് നേരാമണ്ണം പറഞ്ഞു തന്നില്ലല്ലോ, അതുകൊണ്ടാണെന്ന് നിങ്ങൾ ആരും പറയരുത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമുക്ക് ഈശ്വരനെ അറിയുന്ന ഒരു ദൈവ മക്കൾ അതിനുവേണ്ടി ഒരുങ്ങിയാൽ അത് ദൈവം അനുവദിച്ചിട്ടാന്ന് മനസ്സിലാക്കണം. അവർ സുഹൃതം ചെയ്തതിൻ്റെ ഫലമാണ്, അല്ലാത്തവർക്ക് കിട്ടത്തില്ല. അവരെ തടസ്സം ചെയ്താൽ അവർക്ക് ഉപദ്രവമാണ് വരുന്നത്. ഈശ്വരൻ നന്നായി ഉപദ്രവിക്കും. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ഇതിനേതുമേ നിന്നീല അവർ വിപ്രന്മാർ ഭർത്താക്കന്മാർ തടഞ്ഞിട്ടൊന്നും അവർ നിന്നീല. അവരെന്ത് ചെയ്തു? മായാമയൻ ഭഗവാൻ കൃഷ്ണസന്നിധി ഭഗവാന്റെ അടുത്തേക്ക് തന്നെ ചെന്നു. കായാമലപ്രഭവെല്ലും നിറത്തൊടും ചായലും പിഞ്ചവും കൂടി ബന്ധിച്ച് അതിശോഭനമാം തിലകോ ഉജ്ജ്വല ഭംഗിയും സുന്ദരാപാങ്ക ആനനാഭയും നാസയും. ഭഗവാനെ കണ്ടപ്പോൾ അവർ അടുത്ത് വന്നപ്പോൾ എങ്ങനെ കാണുന്നേ? കാരണം സാധാരണ ഭഗവാൻ അവിടെ പശുക്കളെ മേയ്ക്കാൻ വനത്തിൽ വന്നേ, സാധാരണ വേഷം പോലെ തന്നെ വരുന്നത്. പക്ഷേ ഈ ഭക്തിയായിരിക്കുന്ന ഈ വിപ്ര സ്ത്രീകളെ കണ്ടപ്പോൾ ഭഗവാൻ അവിടെ എങ്ങനെയാണ് അവിടെ നിന്നത്? മലർപ്രഭ വെല്ലും നിറത്തോടും, കായാമ്പൂവിൻ്റെ പ്രഭയോടുകൂടെ നിറത്തോടും ഭഗവാന്റെ നിറം അങ്ങനെയും. ചായലും പിഞ്ചവും, അതായത് തലമുടിയും മയിൽപ്പീലിയൊക്കെ എങ്ങനെയാ? ചായലും
മുടിയും പിഞ്ചവും മയിൽപ്പീലിയും കൂടി ബന്ധിച്ച് അതിശോഭനമാം തിലകോജ്വല ഭംഗിയും ശോഭമായിരിക്കുന്ന തിലകം പൊട്ടുമൊക്കെ ചാർത്തി നല്ല ഉജ്ജ്വലമായിരിക്കുന്ന ഭംഗിയും പാങ്കാനനാഭയും എന്നുവെച്ചാൽ ആനന മുഖം പാങ്കാനന ആഭയ ശോഭ ആനന മുഖം പാങ്കാനന ആഭയും നാസയും അത് മൂക്ക് നാസ മൂക്ക് കുന്തപുഷ്പപ്രഭ വെല്ലുന്ന ദന്തം പല്ല് കുന്തപുഷ്പം വെച്ചാൽ കുരുക്കുത്തി മുല്ല അങ്ങനെ ഒരു ഇതുണ്ട്. അതിൻ്റെ മൊട്ടുപോലെ സുന്ദരമായിരിക്കുന്ന ദന്തം പല്ലുകളും ഭഗവാനെ വർണ്ണിക്കുന്നതാണ്. ഈ സ്ത്രീകൾ ചെന്നപ്പോൾ ഭഗവാന്റെ ഭംഗിയെപ്പറ്റി പറയുന്നതാ. അപ്പോൾ സുന്ദരാപാങ്ക ആനനാഭയും നാസയും കുന്തപുഷ്പപ്രഭ വെല്ലുന്ന ദന്തവും ചെന്തൊണ്ടി വായ്മലർ കുണ്ടല ഗണ്ഡങ്ങൾ ചന്തമിഴും വനമാലയും മാലയും വനമാല വനത്തിലെ പുഷ്പങ്ങളിർത്ത മാല വനമാലയുണ്ട് അല്ലാത്ത മാലയുണ്ട് പീതവസനവും രത്നകാഞ്ചിയും മറ്റും ചേതോ വിമോഹന നൂപുരഭംഗിയും അവർ യഥാർത്ഥമായ കാരണം അവരത്ര ആഗ്രഹിച്ച് ഭഗവാനെ തപസ് ചെയ്തിരിക്കുന്ന സ്ത്രീകളാണ്. അപ്പോൾ യഥാർത്ഥമായ ശോഭയോടുകൂടി ഭഗവാൻ അവരെ കാണിച്ചു കൊടുക്കുന്നു. കങ്കണം തോൾവള രത്നാകുലീയവും പിന്നെ കങ്കണമൊക്കെ നമ്മുടെ തോളിലെ വളകളൊക്കെയാണ്. തോൾവള രത്നാകുലിയവും പങ്കജം വേണുവും കൈകളിലെങ്കിലും താമരയും ഓടക്കുഴലും കൈകളിൽ തങ്കരമൊന്ന് ശ്രീതാമാവ് തൻ കരം വെച്ചാൽ ഭഗവാന്റെ ഒരു കരം തങ്കരം ഭഗവാന്റെ ഒരു കരം ശ്രീതാമാവ് തന്നെ കന്ധരെ വച്ചു ഗോപാലരെ നോക്കിയും. അപ്പോൾ ഇവരെങ്ങനെ ചെല്ലുമ്പം ഈ ഭംഗിയോടുകൂടിയ ഭഗവാനെയാണ് ഈ സ്ത്രീകൾ കാണുന്നത്. അവർ അന്നാദികളെല്ലാം എടുത്ത് കാരണം ചോറും കറികളും എല്ലാം എടുത്തും കൊണ്ടാണ് അവർ വരുന്ന വരവ്. അത് കണ്ടപ്പോൾ ഭഗവാൻ അറിയാം അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട് സ്ത്രീകൾ. കാരണം അറിയാമല്ലോ ഭഗവാൻ അവരുടെ ഭക്തി കുറച്ച് നാളുടെ അവർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഭഗവാന് കാണാമല്ലോ ഇതെല്ലാം. ലോകൈകനാഥനായ ഭഗവാൻ അരൂപിയാണെങ്കിലും കണ്ണുണ്ട് കാണാൻ, കേൾക്കാൻ ചെവിയുണ്ട്, ഇതെല്ലാം അങ്ങനെ ഈശ്വരൻ. നമുക്കേ ഉള്ളു ഭഗവാനെ യഥാർത്ഥമായി കാണാൻ പറ്റാത്തത്. ഭഗവാൻ എല്ലാവരെയും കാണാം, അരൂപിയായിട്ട് നിന്നുകൊണ്ട് സർവ്വപേരെയും കാണാം. അവരുടെ മനസ്സ് ചിത്തം ഭഗവാൻ കുറച്ച് നാളുടെ കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്താ ഭഗവാന്റെ അവർ വന്നപ്പോൾ ഇങ്ങനെ സുന്ദരമായിരിക്കുന്ന ഭഗവാൻ ഒരു കരം ശ്രീതാമാവായിരിക്കുന്ന മിത്രത്തിൻ്റെ സുഹൃത്തിൻ്റെ കന്ധരെ തോളിൽ വച്ച് ഗോപാലനെ നോക്കിയും ഭഗവാൻ ഒരു കരമെടുത്ത് ശ്രീതാമാവിൻ്റെ തോളിലും വെച്ച് ഈ ഗോപാലനെ നോക്കിയും യോഗേശനാം കൃഷ്ണനെ കണ്ടൊരു യോഗിനിമാർ അതിഭക്തിയാ വണങ്ങിനാർ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന യോഗേശനായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണനെ കണ്ടു ഈ സ്ത്രീകൾ. അങ്ങനെ യോഗിനിമാരാണ്. അവിടെ സാധാരണ സ്ത്രീ എന്നല്ല പറഞ്ഞേക്കുന്നത്, യോഗിനി. എന്താ യോഗിനി? പരമാത്മാവിൽ എപ്പോഴും ലയിച്ചിരിക്കുന്ന ആ യോഗം ചേർച്ച. അപ്പം ഈ സ്ത്രീകൾ, ഈ വിപ്രന്മാരുടെ സ്ത്രീകൾ യോഗിനിയാണ് എല്ലാവരും. ഈശ്വരനെ മാത്രം അവർ ഉള്ളിൽ വച്ചുകൊണ്ടിരിക്കുന്ന യോഗിനിമാരാണ്. വെറുതെ യോഗിനെന്ന് പേര് വരത്തില്ല. യോഗീശ്വരനെന്നും യോഗിനെന്നും സ്ത്രീകൾക്ക് യോഗിനി, പുരുഷന് യോഗീശ്വരൻ. എന്താ കാരണം? ഈ വിപ്രന്മാരെ യോഗീശ്വരൻ എന്ന് വിളിക്കാൻ എന്താ? അവർ കുട്ടികളെന്ന് പറഞ്ഞിട്ട് അവർ കേട്ട ഭാവം നടിച്ചില്ല. അല്പം ആഹാരം കൊടുക്കാനെന്നോ കൊടുക്കത്തില്ലെന്നോ ഒന്നും മിണ്ടിയൊന്നുമില്ല. അതുകൊണ്ട് അവർ ബാലിശന്മാരാണ്, അവർ മൂഢന്മാരാണ്. അവർക്ക് എങ്ങനെ യോഗിയാവാൻ പറ്റും? ഈ സ്ത്രീകളാണെങ്കിലോ അവരപ്പോഴും ഈ ഒരു വാക്ക് കേട്ടപ്പോൾ തന്നെ അവർ അന്നങ്ങളും എല്ലാം എടുത്തും കൊണ്ട് പുറപ്പെട്ടു. അപ്പോൾ ഭഗവാനെ ഈ നിൽക്കുന്ന രീതിയിൽ എന്തൊക്കെയാ ഭഗവാന്റെ ശോഭ! എല്ലാം പങ്കജവും വേണുവും തോൾവളയും രത്നാങ്കുലിയവും കുണ്ടലഹാര എല്ലാം ഇട്ട് അണിഞ്ഞൊരു കായാമ്പൂവിൻ്റെ നിറത്തോട് ശോഭിച്ചിരിക്കുന്ന ആ ഒരു ഭഗവാനെ മയിൽപ്പീലൊക്കെ വെച്ച് ബന്ധിച്ച് മുടികളിൽ ഇതെല്ലാം ഉള്ള ഭഗവാനെ കണ്ടു. എങ്ങനെ നിൽക്കുന്നു? ഗോപാലനെ നോക്കി നിൽക്കുക ഭഗവാൻ. എങ്ങനെയാണ് നിന്നത്? ആ സുഹൃത്തായ ഈ ശ്രീതാമാവിൻ്റെ ഒരു കന്ധരെ തോളിൽ ഒരു കൈ വെച്ചും കൊണ്ട് ഇങ്ങനെ നിൽക്കുക. നമ്മൾ നിൽക്കുമ്പോൾ രണ്ടുപേർ തങ്ങൾ നിൽക്കുമ്പോൾ ഒരാളുടെ തോളിൽ ഒരു കൈ വയ്ക്കുമ്പോൾ അറിയാലോ എങ്ങനെ നിൽക്കുന്ന. അതുപോലെ ഭഗവാൻ ഈ വരുന്ന ഗോപന്മാരെയൊക്കെ നോക്കി നിൽക്കുന്നു. അങ്ങനെ യോഗിനിമാർ അതിഭക്തിയാ വണങ്ങാൻ ഇങ്ങനെയുള്ള യോഗേശനായിരിക്കുന്ന ഭഗവാനെ കണ്ടുകൊണ്ട് ഈ യോഗിനിമാർ അതിഭക്തിയാ വണങ്ങി നേത്രം സഫലം നമുക്കെന്ന് ചിന്തിച്ചു നേത്രേണ കൃഷ്ണഗാത്രമകത്താക്കിനാർ. ഈ നേത്രം അവരുടെ കണ്ണുകൾ കൊണ്ട് കണ്ടപ്പോൾ സഫലമായി, അവർക്ക് ആനന്ദ നിർവൃതിയായി.
അപ്പോൾ നേത്രം കണ്ടപ്പോൾ ഇത് സഫലം നമുക്കൊന്ന് ചിന്തിച്ചിട്ട് നേത്രേണ കൃഷ്ണഗാത്രം അകത്താക്കി. ഇവരുടെ ഉള്ളിൽ പരമാത്മാവിൻ്റെ ഗാത്രം, ഭഗവാന്റെ ആ ദേഹം, അവിടെ ഈ സ്ത്രീകളുടെ ഭക്തിയായിരിക്കുന്ന ഈ യോഗിനിമാരുടെ ഉള്ളിൽ പരമാത്മാവിനെ അകത്താക്കിനാർ. ചിന്തിച്ചിരുന്നു യഥേഷ്ടം എല്ലാം അവരന്തരമെന്നെ ലഭിച്ചു നൃപോത്തമ. അവരെന്താ ചിന്തിച്ചിത്രാൾ ഇരുന്നത് അതവർക്ക് യഥേഷ്ടമായി. ഈ കുട്ടികളെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സഫലമാവേണ്ട സമയമായി. അതുകൊണ്ടാണ് ഭഗവാൻ ആ യാഗശാലയ്ക്ക് ഈ കുട്ടികളെ അയച്ചത്. ഈ സ്ത്രീകൾക്ക് അനുഗ്രഹം കൊടുക്കാനുള്ള സമയമായെന്ന് പരമാത്മാവിന് അറിയാം, ഭഗവാൻ കൃഷ്ണന് അറിയാം. അതുകൊണ്ടാണ് അവർ ഇവിടേക്ക് വന്നതും അവരുടെ നേത്രം സഫലമാവുകയും അവർ ചിന്തിച്ചിരുന്ന കാര്യം അവർക്ക് സഫലമായി. അവരെന്താ ചിന്തിച്ചിരുന്നത്? യോഗിനിയായിട്ടിരുന്ന എന്താ പരമാത്മാവിൽ ലയിച്ച് തന്നെ അവർ ഇരിക്കുന്നത്. അതവർക്ക് സഫലമായി പ്രത്യക്ഷത്തിൽ കണ്ടു ഭഗവാനെ. അപ്പോൾ നേത്രം കണ്ണ് സഫലം നമുക്കെന്ന് ചിന്തിച്ചു. നേത്രേണ കൃഷ്ണഗാത്രം അകത്താക്കിനാർ. ചിന്തിച്ചിരുന്നു യഥേഷ്ടമെല്ലാം അവരന്തരമെന്നെ ലഭിച്ചു നൃപോത്തമ. നമുക്കിനി അടുത്ത പ്രാവശ്യം വായിക്കാം. സമയം ഒത്തിരിയായി, 34 മിനിറ്റ് കഴിഞ്ഞ്. ഇനി അതിൻ്റെ ബാക്കി അടുത്ത ദിവസം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.